ഒരിക്കൽ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിലല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തയ്യാറാക്കി കഴിക്കണം എന്ന് തോന്നുന്ന ഒരു കിടിലൻ ഐറ്റം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു പോയിൻ്റ് കേട്ടോ. കഴിക്കാനാണെങ്കിലും ഗംഭീര സ്വാദാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തോരം ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊള്ളുക. ഒരുപാട് ടിപ്സ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്തിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് രാവിലത്തെ കടിയൊക്കെ നമുക്ക് രാവിലെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ദോശമാവ്. അപ്പോൾ അതൊക്കെ ഒന്ന് തീർന്നു. അപ്പോൾ വൈകുന്നേരം കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സേമിയ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സേമിയ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ സേമിയ എടുത്തിട്ട് ഞാൻ ഒടിച്ചൊക്കെ എടുത്തിട്ടൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്, നെയ്യോ കാര്യങ്ങളോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അങ്ങനെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്ത് ഒരുപാട് കരിഞ്ഞു പോയ തീ കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ കുഞ്ഞു കുഞ്ഞ് കുറച്ച് പോയിൻറ്റുകളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച സമയത്തൊക്കെ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഞാനിതിവിടെ പുറത്ത് തീയൊക്കെ കത്തിച്ച്, പുറത്ത് നല്ല ഗംഭീര മഴ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തെ വിറകടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ടാണ് സേമിയ ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ. നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറ് ആവുന്നത് വരെ ഇപ്പോഴേ കറക്റ്റായി വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു സേമിയത്തിൻ്റെ പിന്നെ വറവ്. അപ്പോൾ അത് കറക്റ്റായി വന്നാൽ പിന്നെ ആ ചൂടുള്ള ചട്ടിയിൽ അത് വെക്കണം എന്നില്ല കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവേ. അതുകൊണ്ട് തന്നെ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതവിടെ ഇരുന്ന് തണുത്തോട്ടെ, ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യിലേക്ക് കടുക്, ഒരൽപ്പം ഉലുവ ചേർത്ത് കൊടുത്തു, അല്ല ഉലുവയല്ല കേട്ടോ, ഉഴുന്നാണ്. ഉഴുന്നും കടുക് ചേർത്ത് കൊടുത്തു. ചെറിയുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാർ പരിപ്പ് ഒരു 6-7 സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ഇതുപോലെ ഒന്ന്, ക്യാരറ്റൊക്കെ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ വട്ടത്തിൽ കനം കുറച്ചാണ് ബീൻസ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അതൊക്കെ പിന്നെ എത്രത്തോളാണ് എമൗണ്ട് നമ്മൾ ഈ ഉപ്പുമാവിനുള്ള റവയോ അല്ലെങ്കിൽ ഈ ഒരു സേമിയോ എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ എമൗണ്ട് അനുസരിച്ച് ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കിസ്മിസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് നെയ്യിൽ കിടന്ന് മൂത്ത് നല്ല ഗംഭീരമാണ് കേട്ടോ. ഇഞ്ചി പിന്നെ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അടിപൊളിയായിട്ടുള്ള മണമാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം സ്കൂളിൽ നമ്മൾ വിചാരിക്കും ഇവരെന്താ വല്ല പണിയെടുക്കാൻ, ഞാൻ ചില ദിവസം ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ സ്കൂളിൽ പണിയെടുക്കാൻ പോവുകയാണോ എന്ന്. കാരണം അതുപോലെ ടയർഡായിട്ടാണ് വൈകുന്നേരം വരുന്നത്. ബാഗ് അങ്ങ് എറിഞ്ഞിട്ട് വേഗം എന്തെങ്കിലും എടുത്ത് കഴിക്കാനുള്ളൊരു വ്യഗ്രതയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കും, ഞങ്ങൾ ഇവിടെ വൈകുന്നേരം വരെ ഞങ്ങളും പണിയെടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അവിടെ കൂലിപ്പണിയാണോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അത്രയും എന്താണെന്ന് അറിയത്തില്ല, അവരത്രയും നേരം ഇങ്ങനെ എന്താ പറയുക, വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ അവർക്ക് അത്ര വിശപ്പുണ്ടാവില്ല. പക്ഷേ അവിടെ സ്കൂളിൽ കുറേ നേരം ഇങ്ങനെ പിന്നെ അച്ചടക്കത്തോടു കൂടി ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം പരവേശം അവർക്ക്. അതെന്താണെന്നറിയില്ല, എല്ലാ കുഞ്ഞുമക്കളും അങ്ങനെ തന്നെ ആയിരിക്കൂലേ. അപ്പോൾ അതേ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഗംഭീരമായിട്ട് നമ്മളെ ചാമ്പന്മാർ അങ്ങനെ നിറയെ കായായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. കുറേ നമ്മൾ പറിച്ചെടുത്ത്. അപ്പോൾ വേറൊരു മരമുണ്ട്, അപ്പോൾ അതിൽ കായ ഉണ്ടാകത്ത് കുറച്ച് പറിച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മൾ നെയ്യിലേക്ക് ഈ ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടി കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിയിലൊന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ, അതുവരെ നമുക്കിത് വാട്ടിയെടുക്കണേ. നല്ല സോഫ്റ്റായിട്ട് വരുമ്പോഴാണ് ഉപ്പുമാവിന് നല്ലൊരു സ്വാദം ഉണ്ടാവുക കേട്ടോ. നല്ല ഗംഭീരമായിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ്. അപ്പം അതൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ അപ്പോൾ വൈകുന്നേരം നമ്മളിപ്പോൾ റവയാണെങ്കിലും ഈ ഒരു പിന്നെ സേമിയ ആണെങ്കിലും ഇപ്പോൾ ഒരു കപ്പ് അളവിലാണ് എടുക്കുന്നത്. ഏത് പാത്രത്തിലാണ് എടുക്കുന്നത് അതിൽ 1 കപ്പ് അളവിൽ സേമിയ എടുക്കുമ്പോൾ നമ്മൾ 2 കപ്പ് അളവ് അല്ലെങ്കിൽ 1.25 കപ്പ് അളവിൽ വെള്ളം എടുക്കുക കേട്ടോ. 1 കപ്പിന് പിന്നെ 1.25 കപ്പ് അളവ്, 2 കപ്പ് എന്ന് മറന്നു പോയിട്ട് പറഞ്ഞതാണ് കേട്ടോ, അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് അളവിലാണ് ഞാൻ പിന്നെ വെള്ളം ചേർത്തത്. അതൊന്ന് നല്ല രീതിയിൽ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്, പച്ചവെള്ളമല്ല. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിള വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ ഉപ്പും എരിവൊക്കെ ഉണ്ടോ എന്ന് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് സേമിയ ചേർത്ത് നമ്മൾ
പിന്നെ എരിവും ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചെടുത്ത് ചെറിയ തീയിലാക്കി വെക്കുക കേട്ടോ. അതാണ് ഇതിനെ പെർഫെക്റ്റ് ആക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് പിന്നെ തീ കൂട്ടി വെച്ചിട്ട് പിന്നെ തുറന്ന് വെച്ച് അങ്ങനെ വേവിക്കല്ല. നമ്മൾ തീ കുറച്ച് നല്ല തിളച്ച വെള്ളത്തിലേക്ക് റവ ഇട്ടതിന് ശേഷം ഉപ്പും എല്ലാം ഉണ്ടോയെന്ന് പെർഫെക്റ്റായിട്ട് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം ഒന്ന് അടച്ച്, ഞാനിത് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെക്കുന്ന എടുക്കാൻ മറന്നു പോയതാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറക്കുമ്പോഴാണ് പിന്നെ തുറന്ന് നോക്കി ഇളക്കി വെക്കുക. അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഓരോ പീസ് സേമിയ ഒന്നൊന്നായിട്ട് കിടക്കുന്ന ആ ഒരു പിന്നെ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു ഉപ്മാവ് കിട്ടേണ്ടത് കേട്ടോ. നല്ല സ്വാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദാണ്. ഇപ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയില്ല, കുറച്ച് വാട്ടറി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കുക, ചെറിയ തീയിൽ വയ്ക്കുക, അങ്ങനെ ഇരുന്ന് വേവട്ടെ. അതാണ് ഇതിൻ്റെ സ്വാദ് കേട്ടോ. പുറത്ത് ഇപ്പോഴും നല്ല ഗംഭീര മഴയാണ് കേട്ടോ. നമുക്ക് കുറച്ച് പറമ്പിൽ കുറച്ച് ബീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നമുക്ക് പറിച്ച് വെക്കണം. കുഞ്ഞുങ്ങൾക്ക് രാവിലെ നമ്മൾ പറിച്ച് കൊണ്ടുവന്ന് തോരൻ വയ്ക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ മഴയൊന്ന് ഇച്ചിരി കുറഞ്ഞതിന് ശേഷം വേണം നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാൻ. മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തൊന്ന് കുറയുമ്പോൾ പിന്നെ എല്ലാം ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ. രാവിലെ അല്ലെങ്കിൽ രാത്രി അരിഞ്ഞ് വെക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണല്ലോ. അതുണ്ടോ, അപ്പോൾ ഞാൻ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു വാട്ടറി ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മാറട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വീണ്ടും ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് പിന്നെ നമ്മൾ ബീൻസ് പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല കുറ്റി ബീൻസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇതുപോലെ നട്ടിടുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓടിച്ചെന്ന് പറിക്കാം. അപ്പോൾ ഒരു നല്ല മഴയുള്ള ദിവസം, അപ്പോൾ പണി കുറവുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോകാനോ മേടിക്കാനൊന്നും സാഹചര്യം എല്ലായ്പ്പോഴും എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ 1-2 മരടൊക്കെ നമ്മളെ വീട്ടിലൊന്ന് നട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൽ നിറയെ കായ കിട്ടും കേട്ടോ. അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് നല്ല സീഡൊക്കെ പിന്നെ വിൽക്കുന്ന കടയുണ്ട്. അപ്പോൾ അവിടെ നല്ല ക്വാളിറ്റി സീഡൊക്കെ മേടിച്ച് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ യാതൊരു വിധത്തിലുള്ള കേടുകളൊന്നും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 2-3 നല്ല കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ വിത്തൊക്കെ വാങ്ങിച്ചിട്ട് നടുവാണ് ചെയ്യുന്നത്. ഒരു 10-12 മരട് ബീൻസ്, കുറ്റി ബീൻസ് നടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരാഴ്ചയിൽ നമുക്ക് 5-6 വട്ടം പറിക്കാനുള്ള ബീൻസ് കിട്ടും കേട്ടോ. വെറുതെ പറയുന്നതല്ല. ഞാനിപ്പോൾ ഈ ഒരു ചെടിയിൽ നിന്ന് ഒരാഴ്ചയിൽ ഒരു 3 അല്ലെങ്കിൽ 4 വട്ടമെങ്കിലും ഞാൻ ബീൻസ് ഇതുപോലെ പറിച്ചെടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, മാർക്കറ്റിൽ നിന്ന് ഒത്തിരി വിഷം അടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വാങ്ങിക്കൊണ്ടെന്ന് കഴിക്കേണ്ടതെന്ന് ഒരു കാര്യമില്ല. നല്ല സ്വാദാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതും ഇതും തമ്മിൽ കഴിച്ചവർക്ക് അറിയുണ്ടാവും. വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് പറയല്ല, നമുക്കുണ്ടായതുകൊണ്ട് പറയല്ല, സ്വാദിന് നല്ല ഡിഫറൻസ് ഉണ്ടടാ, നല്ല ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വളമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. വീട്ടിൽ നമ്മൾ അരിയുന്ന പച്ചക്കറീൻ്റെയൊക്കെ തോലോ പിന്നെ സോളേൻ്റെ തോലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂടിലിങ്ങനെ അതിൻ്റെ മരട് ഇങ്ങനെ അടഞ്ഞ് കിടക്കുന്ന വിധത്തിൽ വെക്കരുത്. അങ്ങനെ ഞാൻ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഇടയ്ക്ക് കുഞ്ഞൊരു വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ചെറിയ രീതിയിലൊരു വെയിൽ വന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെ മങ്ങിപ്പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടഞ്ഞ മരടിലങ്ങ് ഒത്തിയിടുന്ന മാതിരി നമ്മൾ ഇട്ട് കൊടുത്താൽ എന്താ പ്രശ്നം എന്നറിയാവോ, അത് മുഴുവൻ ഉണങ്ങി പോവടാ, അത് ചീഞ്ഞ് പോവും, മരട് ചീഞ്ഞ് പോവും, വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് മരത്തിനൊക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് പിന്നെ മരട്ടിൽ ഇങ്ങനെ ഉള്ളിത്തോലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം ഉണങ്ങിപ്പോയി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നെയാണ് ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ അടഞ്ഞ് കിടന്നിട്ട് വെള്ളം അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കട്ടിയായിട്ട് നിന്നിട്ട് മരടിൽ വേരൊക്കെ ചീഞ്ഞ് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാനൊരു ചുറ്റും ഒരു ചെറുതായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി മാറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബീൻസ് തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ചെടുക്കാം, ബാക്കി കുറച്ച് നൈബേഴ്സിന് കൊടുക്കാം. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് വന്നിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഒന്ന് നോക്കി, അപ്പോഴും നല്ല പെർഫെക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറണം കേട്ടോ. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് കഴിക്കാനായിരിക്കും കേട്ടോ ഗംഭീരമായിട്ടുള്ള സ്വാദ്. ആ ഒരു എന്താ പറയുക, ഇഞ്ചിൻ്റെയും കറിവേപ്പിലേൻ്റെയും പിന്നെ നമ്മൾ ചേർക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത 2 സാധനം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഈ ഉപ്പുമാവ് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ നെയ്യ് ഉപയോഗിക്കുക. പിന്നെ ഒരു കാര്യം, ചെറിയതാക്കി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇഞ്ചി ചേർക്കുക. പിന്നെ സാമ്പാർ പരിപ്പ് 2-3 ചേർക്കുക, ഉഴുന്ന് ചേർക്കുക കേട്ടോ. ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഉപ്പുമാവ്. ഇത് നമ്മൾ റവ ഉണ്ടാക്കുകയാണെങ്കിലും
പിന്നെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഞാൻ അരിപ്പൊടി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ചാനലിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി കണ്ടു നോക്കുക. അതും ഗംഭീര സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവും ഇന്നത്തെ ചെറിയൊരു വിളവെടുപ്പും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഞങ്ങളെ നാട്ടിൻപുറത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.